ഹലോ എവ്രി വൺ. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന കപ്പിൾസ് ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട്, കുറേ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ലിവിങ് റിലേഷൻഷിപ്പ് മതിയാക്കി വൈഫ് സെപ്പറേറ്റ് ആവുകയാണ് ഹസ്ബൻഡിൽ നിന്ന്, അതായത് പാർട്ട്ണറിൽ നിന്ന്, ഇനി താല്പര്യമില്ല ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വൈഫിന് ഹസ്ബൻഡ് മെയിൻ്റെനൻസ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പുതിയ നിയമം. അപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ നിൽക്കണേക്കാളും നല്ലതല്ലേ മാരി ചെയ്ത് പോവുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ വേറെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എളുപ്പമാണ്, ഒരു പ്രശ്നവും അവിടെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന കപ്പിൾസിന് വേണ്ടിയാണ് പ്രത്യേകിച്ചും ഈ ഒരു നിയമം പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ കുറേ നാൾ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് ഭാര്യ, അതായത് വൈഫ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഭർത്താക്കന്മാർ പെട്ടു. ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്, ഇവള് പോയി കഴിഞ്ഞാൽ എനിക്ക് മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് വലിയൊരു പണി കിട്ടാൻ പോവാണ്. അതുകൊണ്ട് ഇനി സൂക്ഷിക്കുക. ബൈ.